ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് കോളേജിൽ ക്ലാസ് നടക്കുന്നതിനിടെ സീലിംഗ് ഇളകി വീണു. പാറശാല ചെറുവരക്കോണം CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിലാണ് ഈ അപകടമുണ്ടായത്. 35 കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു. ആർക്കും സാരമായ പരിക്കുകൾ ഇല്ല. ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്ലാസ് നടക്കുന്നതിനിടെ കുട്ടികളുടെ ക്ലാസ് മുറിയിലേക്ക് സീലിംഗ് ഇളകി പതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സ്വാന്തന സാജു നമുക്കൊപ്പം. സ്വാന്തന സാജു, ഈ സീലിംഗ് അപ്പോൾ ഒരു സുരക്ഷയും ഇല്ലാതെയാണ് അവിടെ വച്ചിരുന്നത് എന്നതുകൂടി ബോധ്യമാവുകയല്ലേ? എങ്ങനെയാണ് ഇത് ഇളകി വീണത്? എത്ര കാലമായി ഈ കെട്ടിടം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്? സുജയ, നമുക്ക് കാണുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് പാറശാല ചെറുവരക്കോണം CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ വ്യക്തമാണ് എത്ര വലിയ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു പോയിരിക്കുന്നത് എന്ന്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ സുജയ, ഏതാണ്ട് 35-ലധികം വിദ്യാർത്ഥികൾ ഈ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ പറയുന്നത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, ഈ സംഭവം നടക്കുമ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അധ്യാപികയും ഈ സമയത്ത് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സീലിംഗ് ഇളകി വീണത്. 2 ഫാനുകൾക്കിടയിലുള്ള സീലിംഗ് ആണ് ഇളകി വീണത്. അത് കോൺക്രീറ്റ് സീലിംഗ് ആയിരുന്നില്ല എന്നുള്ളതാണ് സുജയ ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇല്ലാത്ത പക്ഷം നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാകും അത് ഈ ബെഞ്ചിലേക്കും അതുപോലെ തന്നെ ഈ അധ്യാപിക നിന്ന് പഠിപ്പിക്കുന്ന സ്റ്റാൻഡിന്റെ മുകളിലേക്കും ഒക്കെ ആയിട്ടാണ് വീണത്. ഈ കെട്ടിടം കണ്ടിട്ട് അധികം കാലപ്പഴക്കമുള്ളതായി തോന്നുന്നില്ല. ഈ ചെറുവരക്കോണം CSI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഈ അപകടമുണ്ടായ ക്ലാസ് മുറി നിർമ്മിച്ചിട്ട് എത്ര കാലമായി കാണും? സുജി, അക്കാര്യത്തിൽ നമുക്ക് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അധികം പഴയ കോളേജ് അല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയോട് സംസാരിച്ചപ്പോൾ സുജി, ഈ കോളേജിൽ ആ ക്ലാസ് റൂമിൽ ചോർച്ച ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി അത് മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ടായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരമായി ചോർന്നുകൊണ്ടിരുന്ന പിന്നീട് സീലിംഗ് അടർന്ന് വീണിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. ബിൽഡിംഗിന് എത്ര കാലപ്പഴക്കമുണ്ട് എന്ന നിലവിൽ നമുക്ക് വ്യക്തമല്ല സുജി. പക്ഷേ ഇവിടെ ചോർച്ചയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സീനിയർ വിദ്യാർത്ഥികൾ ഇതിനു മുൻപ് പരാതി നൽകിയിട്ടുണ്ട് എന്നും ഇപ്പോൾ ജൂനിയർ വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നുണ്ട്. 1ാം വർഷ BA LLB ക്ലാസ്സിലാണ് സുജയ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 35-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഫ്രണ്ട് ബെഞ്ചിലിരുന്ന കുട്ടികളുടെ ദേഹത്തേക്ക് ചെറിയ രീതിയിലാണെങ്കിലും ഇത് വന്ന് പതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ക്ലാസ് ഇപ്പോൾ എന്തായാലും തുടരുകയാണ്. ആ ക്ലാസ്സിൽ നിന്നും വിദ്യാർത്ഥികളെ എല്ലാം തന്നെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയോ മറ്റോ ആയതുകൊണ്ട് ഇന്ന് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ജൂനിയർ വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഇന്ന് കോളേജിൽ ഉണ്ടായിരുന്നത്. സ്ഥാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വന്നാൽ, സ്വാന്തന സാജു, CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസ് 273 സീറ്റുകളാണ് ഈ സ്ഥാപനത്തിൽ ആകെയുള്ളത്. വ്യത്യസ്ത സ്പെഷ്യലൈസേഷനുകളിലായി 5 കോഴ്സുകൾ നടക്കുന്നു. അതിൽ UG PG പ്രോഗ്രാമുകളുണ്ട്. അതോടൊപ്പം തന്നെ BA LLB, BBA LLB, LLM, BCom LLB എന്നിവയാണ് ഉള്ള കോഴ്സുകൾ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോഴ്സ് ഫീ അടക്കം വാങ്ങി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. BCI പോലെയുള്ള അക്രഡിറ്റേഷനും ഈ സ്ഥാപനത്തിന് കിട്ടിയിട്ടുണ്ട്. അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ കൃത്യമായ പരിശോധനകൾ ഈ കെട്ടിടത്തിന്റെ ഒരു നിർമ്മിതിക്കടക്കം ഉണ്ടാകുന്നതാണ്. അത് എല്ലാ വർഷവും നടക്കുന്നതുമാണ്. ഇവിടെ ഇപ്പോൾ ചോർച്ചയുണ്ടായിരുന്നുവെന്ന് കുട്ടികൾ പറയുന്നു. മാത്രമല്ല, ആ സീലിംഗ് അതൊരു താൽക്കാലിക സീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഫോൾസ് സീലിംഗ് ആണ്. അതാണ് താഴേക്ക് ഇളകി വീണിരിക്കുന്നത്. അപ്പോൾ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണമടക്കം പരിശോധിക്കേണ്ടി വരില്ലേ സ്വാന്തന? തീർച്ചയായിട്ടും സുജയ, കാരണം അത് ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് എന്നുള്ളത് തന്നെയാണ്. CSI മാനേജ്മെന്റിന് കീഴിൽ വരുന്ന ഒരു കോളേജാണ്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജ് കൂടിയാണ് അത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ സീലിംഗ് കണ്ടാൽ തന്നെ വ്യക്തമാണ്. താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സീലിംഗ് ആണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ടെറസ് കെട്ടിടം തന്നെയാണ്, കോൺക്രീറ്റ് കെട്ടിടം തന്നെയാണ്. അതിന് മുകളിൽ ഷീറ്റൊന്നുമല്ല, ഓടൊന്നുമല്ല എന്ന് വിദ്യാർത്ഥികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് ചോർച്ച വന്നത് എന്ന് ഞാൻ അവരോട് തന്നെ ചോദിച്ചു. കാരണം അതിന് മുകളിൽ ഓടോ മറ്റോ ആണോ, അങ്ങനെയാണോ ഈ ബിൽഡിംഗ് ചോർച്ച ഉണ്ടാകുന്നത് എന്ന് അവിടുത്തെ വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് ടെറസ് ബിൽഡിംഗ് ആണ്. പക്ഷേ ആ ക്ലാസ്സിന് ചോർച്ചയുണ്ടായിരുന്നു. നേരത്തെ അത് സീനിയർ വിദ്യാർത്ഥികൾ തന്നെ അവരെ അറിയിച്ചിരുന്നതാണ്. ഇതിപ്പോൾ 1ാം വർഷ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കോളേജിനെ കുറിച്ച് അത്ര ധാരണ ഉണ്ടാകില്ല. അതുപോലെ തന്നെ മാനേജ്മെന്റിനെ കുറിച്ചും ഒന്നും വലിയ ഒരു ധാരണ. തിരുവനന്തപുരം ചെറുവരക്കോണം CSI ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക സ്വാന്തന സാജു. കോളേജിൽ ക്ലാസ് നടക്കുന്നതിനിടയിലാണ് 35 കുട്ടികൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനിടയിലാണ് 10:30 സീലിംഗ് ഇളകി താഴേക്ക് വീണത്. കുട്ടികളുടെ തലയിലായിരുന്നു വീണതെങ്കിലോ ഒരു അപകടമുണ്ടായിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതടക്കം അറിയണം. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി സ്വാന്തനയെത്തും നമുക്കൊപ്പം വീണ്ടും.